വി.ഡി. സതീശനെതിരെ CBI അന്വേഷണം വേണമെന്ന് വിജിലൻസിന്റെ ശുപാർശ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBI അന്വേഷണം വേണമെന്ന് വിജിലൻസിന്റെ ശുപാർശ. പുനർജനി ക്രമക്കേടിലാണ് CBI അന്വേഷണം വേണമെന്ന് വിജിലൻസ് നിർദ്ദേശിച്ചത്. ശുപാർശ മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടുണ്ടെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് ശുപാർശ നൽകിയിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമുദായത്തെ ആകർഷിക്കാനുള്ള ശ്രമം പാളിയെന്ന് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതും ഷോൺ ജോർജ്, അനൂപ് ജേക്കബ് എന്നിവരെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്തത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് ലക്ഷ്യമിട്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് 1926 സ്ഥാനാർത്ഥികളെ 14 ജില്ലകളിലായി BJP മത്സരിപ്പിച്ചുവെങ്കിലും 25 പേർ മാത്രമാണ് ജയിച്ചത്. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ച സംഭവത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വെള്ളാപ്പള്ളി തിരുത്തിയില്ലെങ്കിൽ തിരുത്തണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ പരിഗണിക്കുന്നു എന്നതിനർത്ഥം മുതിർന്ന ആളുകളെ മാറ്റി നിർത്തുന്നു എന്നല്ലെന്നും വിജയസാധ്യതയാണ് UDF പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പുനർജനി പദ്ധതിയിൽ അന്വേഷണം എന്ന് കേൾക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്ന അങ്കലാപ്പിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രസ്താവിച്ചു. കാൽനൂറ്റാണ്ട് കാലം പരവൂരിലെ MLA ആയിരുന്ന പ്രതിപക്ഷ നേതാവ് അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെപ്പറ്റി ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വിഷമിക്കുകയാണ്. അതിന്റെ കൂടെ പുനർജനി അന്വേഷണം കൂടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആശങ്ക ഇരട്ടിക്കുന്നത് സ്വാഭാവികമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. CIT അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എളമരം കരീമിനെ തെരഞ്ഞെടുത്തു. ഈ പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് അദ്ദേഹം. അഖിലേന്ത്യാ പ്രസിഡന്റായി സുദീപ് ദത്തയെയും ട്രഷററായി A. സായിബാബുവിനെയും തെരഞ്ഞെടുത്തു. വിശാഖപട്ടണത്ത് നടന്ന 18ാം അഖിലേന്ത്യാ സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനും കേട്ടറ്റ് യോഗ്യത ബാധകമാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധന ഹർജി നൽകി കേരളം. സംസ്ഥാന സർക്കാരിൻ്റേതുൾപ്പെടെ 6 പുനഃപരിശോധന ഹർജികളാണ് വിഷയത്തിൽ സുപ്രീം കോടതിയിലുള്ളത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കെ അദ്ദേഹത്തിനെതിരെ ജന്മനാട്ടിലും പോസ്റ്റർ. കഴിഞ്ഞ ദിവസം ജന്മനാട്ടിൽ പോസ്റ്റർ പ്രചരിപ്പിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലോ നാദാപുരത്തോ മത്സരിക്കാനാണ് മുല്ലപ്പള്ളിയുടെ താല്പര്യം. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് വിവിധയിടങ്ങളിൽ നിന്ന് പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്. നാദാപുരത്ത് മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ നിലം തൊടാതെ തോൽപ്പിച്ചിരിക്കും തീർച്ച എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. വെനസ്വേലയിൽ ആക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയും US കൊണ്ടുപോയതിനു പിന്നാലെ മഡുറോയെ പരിഹസിച്ച് വൈറ്റ് ഹൌസിന്റെ വീഡിയോ. ട്രംപിനെ വെല്ലുവിളിച്ച് മഡുറോ നടത്തിയ പ്രസംഗത്തിന്റെയും കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തിന്റെയും ദൃശ്യങ്ങൾ സംയോജിപ്പിച്ചാണ് വീഡിയോ. ട്രംപിനെ വെല്ലുവിളിച്ച് മഡുറോ നടത്തിയ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളാണ് വീഡിയോയിലുള്ളത്. വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകൾ നിരോധിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. പവർ ബാങ്കുകളും സ്പെയർ ബാറ്ററികളും ഹാൻഡ് ലഗേജിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും ഓവർ ഹെഡ് കമ്പാർട്ട്മെന്റുകളിൽ സൂക്ഷിക്കാൻ കഴിയില്ലെന്നും DGCA പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. അണ്ടർ 15 വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് വിജയം. പോണ്ടിച്ചേരിയെ 6 വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത്. മഞ്ഞുവീഴ്ചയെ തുടർന്ന് 29 ഓവർ വീതമാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പോണ്ടിച്ചേരി 7 വിക്കറ്റ് നഷ്ടത്തിൽ 105 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 20.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.